ഷാഫി പറമ്പിനെതിരായ പോലീസ് നടപടിയിൽ റിപ്പോർട്ട് തേടാൻ നിർദ്ദേശം. സംസ്ഥാനത്തോട് ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടും. എംപിമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശദാംശങ്ങളുമായും മിജി ജോസ് ചേരുകയാണ്. മിജി, ഇടപെടൽ ഏത് സ്വഭാവത്തിലാണ്? എത്ര ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം? ജെയിംസ്, ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പേരാമ്പ്ര പോലീസ് നടപടിയിൽ ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇടപെട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് സ്പീക്കർക്ക് മുന്നിൽ എത്തിയിരുന്നത്. ഷാഫി പറമ്പിലും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള എംപിമാർ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു. ഇതിനു പുറമെ കോൺഗ്രസ് നേതാക്കളും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 15 ദിവസത്തിനകം വിശദമായിട്ടുള്ള റിപ്പോർട്ട് സ്പീക്കർക്ക് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ സ്പീക്കർ അത് വിശദമായി തന്നെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. അതിനുവേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകും. ശരി, മിജി ജോസ്. പണി വരുന്നുണ്ട്, അവറാച്ച, പണി വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഷാഫി പറമ്പിലെ ഒന്ന് തോണ്ടി, ഒന്ന് മാന്തി, ഒന്ന് ചൊറിഞ്ഞു, അയാളുടെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചു, അയാളുടെ മൂക്കിൽ നിന്ന് ചോര വീണു. ഇതൊക്കെ കണക്ക് പറയാതെ അങ്ങ് വിട്ടുകളയുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അവറാച്ച പണി വരുന്നുണ്ട്. നല്ല 8ന്റെ പണി തന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും. പണി വരുന്നുണ്ട് അവറാച്ച. അഭിലാഷ് ഡേവിഡും റൂറൽ എസ്.പിയും പേരാമ്പ്ര ഡിവൈഎസ്പിയും വടകര ഡിവൈഎസ്പിയും ഈ പറഞ്ഞ ക്രിമിനൽ സംഘങ്ങൾ കാക്കിയിട്ട ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ഒരുങ്ങിയിരുന്നോളോ, പണി വരുന്നുണ്ട്. ഒന്നിനെയും വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. ഇപ്പോ നമ്മുടെ പാർലമെന്റ് പ്രിവിലേജസ് കമ്മിറ്റി, പാർലമെന്റിലെ സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ, ആ സ്പീക്കർ ചെയർമാനായിട്ടുള്ള ഈ പ്രിവിലേജസ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ, അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് ഒക്കെ ഈ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതികളിൽ മേൽ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ പറയുന്ന പ്രിവിലേജസ് കമ്മിറ്റി. എന്താണ് നടപടി? കേരള സർക്കാരിനോട്, അതുപോലെ കേരളത്തിലെ DGPയോട് ഒക്കെ 15 ദിവസത്തിനകം ഒരു റിപ്പോർട്ട്, ഈ ഷാഫിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് കിട്ടിയാൽ അതുമായി തുടർ നടപടികൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാല് നിങ്ങളെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങള് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ വാങ്ങി അത് UDFന്റെ പ്രവർത്തകർക്ക് നേരെ എറിഞ്ഞു. അതും മാത്രമല്ല, ഷാഫിദ അവിടെ നിൽക്കുന്നുണ്ട്, ആ MP അവിടെയുണ്ട്, MPക്ക് നേരെ എറിയടാ എന്ന് പറഞ്ഞുകൊണ്ട് MPയെ ഉന്നം വെച്ച് ലക്ഷ്യം വെച്ച് നിങ്ങൾ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞിട്ട് അത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ കുടുക്കുവാനുള്ള, അവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തി. എന്താണെങ്കിലും കോടതി അത് തിരിച്ചറിഞ്ഞു. കോടതി ചോദിച്ചു, ഈ പോലീസിന്റെ തെമ്മാടിത്തരം അത് സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കുകയാണോ എന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സെഷൻസ് കോടതി ചോദിച്ചു, പോലീസിനോട് ചോദിച്ചു. അപ്പോ നിങ്ങളുടെ ഈ പറയുന്ന തെമ്മാടിത്തരം അത് നിങ്ങൾ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഷാഫി പറമ്പിലിനെ വേട്ടയാടാൻ, ഷാഫിയുടെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിക്കാൻ നിങ്ങൾ തയ്യാറായതെങ്കിൽ ഇതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയിച്ചിട്ടേ അടങ്ങുകയുള്ളൂ. പണി വരുന്നുണ്ട് അവറാച്ച. ഒന്നിനെയും വെറുതെ വിടില്ല. തൊപ്പി തെറിപ്പിക്കേണ്ടി വന്നാൽ തൊപ്പി തെറിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് സഖാവിന്റെ, പിണറായി രാജാവിന്റെ പോലീസല്ല അന്വേഷിക്കുന്നതാ. ഇത് പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പിൽ, പ്രിവിലേജസ് കമ്മിറ്റിക്ക് മുമ്പിലാണ് പരാതി പോയിരിക്കുന്നത്. ഇത് പിടിപാടങ്ങ് ഡൽഹിയിലാണ് മക്കളെ. ഇതിന്റെ പിടി ഡൽഹിയിലാണ്. നിങ്ങളെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോ അതിന്റെ മുന്നിൽ നിന്ന് നേതാക്കൾ നയിക്കുന്നുണ്ടെങ്കിൽ അവിടെ അസ്വാഭാവികമായ ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഈ പറയുന്ന നേതൃത്വം അതിന് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അങ്ങനെ നിങ്ങളുമായി ചർച്ച ചെയ്യുമ്പോൾ ഡിവൈഎസ്പി, പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാറും ഈ പറയുന്ന വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിനോടും സംസാരിക്കുമ്പോൾ ഈ പിന്നിൽ നിന്ന് അഭിലാഷ് ഡേവിഡ് അടിച്ച് ഷാഫി പറമ്പിലിന്റെ മൂക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷേ, നിന്നെ രക്ഷിക്കാൻ ഒരു TP രാമകൃഷ്ണനും ഉണ്ടാവില്ല, നിന്നെ രക്ഷിക്കാൻ ഒരു EP ജയരാജനും ഉണ്ടാവില്ല. അവരെ കൊണ്ട് ഇതിന് സാധിക്കില്ല. നിനക്കൊക്കെ ഈ പറയുന്ന നിർദ്ദേശം നൽകിയത് സഖാവ് TP രാമകൃഷ്ണനാണെങ്കിൽ TPയെയും പിടിക്കും, TPയെയും പൂട്ടിയിരിക്കും. നല്ല 8ന്റെ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. അതിന് തന്നെയാണ് നീക്കം. ഈ ഒരു കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അഭിലാഷ് കരുതുന്നുണ്ടാവും ഇപ്പോ അഭിലാഷിന് കൂട്ടിക്കൊടുപ്പ് നടത്തി എന്നതിന്റെ പേരിൽ.
ഗുണ്ടാപിരിവ് നടത്തി എന്നതിന്റെ പേരില്, ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്നുള്ളതിന്റെ പേരില് ഒക്കെ ഈ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ എച്ച് നാഗരാജ് ഒരു റിപ്പോർട്ട് DGPക്ക് നൽകിയതായിരുന്നു. പക്ഷേ ഈ പറയുന്ന TP രാമകൃഷ്ണനും ശ്രീരാമകൃഷ്ണനും ഒക്കെ ചേർന്നുകൊണ്ട് അതിനെ സസ്പെൻഷൻ ആക്കി മാറ്റി അഭിലാഷിനെ തിരിച്ച് സർവീസിലെത്തിച്ചു. പക്ഷേ ഈ പിടുത്തം ഇവിടെ നിങ്ങൾ പിണറായിയുടെ അടിമകൾ ഇങ്ങനെ നെറികേടുകൾ കാണിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പാർലമെന്റ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് മുമ്പിൽ ഈ പരാതി ചെന്നിരിക്കുന്നത്. നടപടി ഉണ്ടായിരിക്കും, തൊപ്പി തെറിപ്പിക്കും, പണി വരുന്നുണ്ട്. അവറാച്ച ഒന്നിനെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് പങ്കുവെക്കാനുള്ള കാരണം എന്ന് പറയും, കൊടിക്കുന്നിൽ സുരേഷ് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് പങ്കുവെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിലിനെതിരായ അക്രമം, ആ അക്രമത്തിൽ പരാതി ഉന്നയിച്ച ഒരു MP-മാരിൽ ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചപ്പോ, കേരള സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചപ്പോ, കേരളത്തിലെ DGPക്ക് നോട്ടീസ് അയച്ചപ്പോ അതിന്റെ ഒരു കോപ്പി ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനും പാർലമെന്റ് പ്രിവിലേജസ് കമ്മിറ്റി ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോർവേഡ് ചെയ്ത നോട്ടീസ് ലഭിച്ച ഉടനെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിൽ MPക്കെതിരായ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിനുള്ളിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെ കൂടി ടാഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ കുറിപ്പ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ആ നോട്ടീസിന്റെ ഒരു ചിത്രവും കൂടി കൊടിക്കുന്നിൽ സുരേഷ് പങ്കുവച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനെയും അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഷാഫിയെ വേട്ടയാടാൻ നിങ്ങൾക്ക് മുന്നിൽ പല കാരണങ്ങളുണ്ടാവും. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന തലശ്ശേരിയും കൂത്തുപറമ്പും, പിന്നെ വടകരയും കുറ്റ്യാടിയും നാദാപുരവും പേരാമ്പ്രയും കൊയിലാണ്ടിയും, ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നിങ്ങളുടെ കോട്ടകളിൽ ഷാഫി പറമ്പിലിന്റെ സ്വാധീനം, അയാളുടെ പ്രവർത്തനങ്ങൾ, അയാളുടെ പ്രസൻസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ നിങ്ങളുടെ കോട്ടകളിൽ വിള്ളൽ വീഴുന്നത്. അതോടൊപ്പം തന്നെ 2024 തെരഞ്ഞെടുപ്പിൽ KK ശൈലജ തോറ്റ് തുന്നം പറയത്, അതൊക്കെ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷാഫിയെ, നിങ്ങൾ സ്ഥിരം പരിപാടി നടത്താറുണ്ടല്ലോ കണ്ണൂരിലും വടകരയിലും കൊയിലാണ്ടിയിലും ഒക്കെ ആയിട്ട്, നിങ്ങളുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ രാഷ്ട്രീയ എതിരാളികളെ വെട്ടി വീഴ്ത്തുക എന്നുള്ളത്. ആ പരിപാടി ഷാഫിക്കെതിരെ എടുക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഏത് കാക്കിയിട്ട പുന്നാര മോനാണെങ്കിലും തൊപ്പി തെറിപ്പിച്ചിരിക്കും, യൂണിഫോം തെറിപ്പിച്ചിരിക്കും. ഇനി ഇവനൊന്നും സർവീസിൽ ഉണ്ടാവേണ്ട എന്നേ. നികുതി പണത്തിൽ നിന്ന് ശമ്പളവും വാങ്ങിയിട്ട് ഈ പറയുന്ന ക്രിമിനൽ സംഘത്തിന് വിട്ടുപണി ചെയ്യുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അത് ഇവിടെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ തൊപ്പി ഉണ്ടാവില്ല. അത് തെറിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഒന്നിനെയും വെറുതെ വിടില്ല നിങ്ങൾ. കാരണം വടകരയിലെ ജനങ്ങൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെ 1,14,506 വോട്ടിന് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വടകരയുടെ പൊതുസമൂഹം ഷാഫി പറമ്പിലിനൊപ്പമാണ്. നിങ്ങളുടെ കോട്ടകൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ടെങ്കിൽ TP രാമകൃഷ്ണൻ, നിങ്ങളുടെ LDFന്റെ കൺവീനർ, നിങ്ങളുടെ പേരാമ്പ്രയിലെ MLA, ആ MLAയുടെ പേരാമ്പ്ര മണ്ഡലത്തിൽ, അസംബ്ലി മണ്ഡലത്തിൽ അവിടെ 19,308 വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോട്ടകൾ തകരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്ന ബോധ്യമുള്ള കാര്യമാണ്. ഈ 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ തകർച്ച പൂർണ്ണമാകും. അത് ഈ പറയുന്ന പേരാമ്പ്രയിലോ, ഈ പറയുന്ന കൊയിലാണ്ടിയിലോ, വടകരയിലോ, കുറ്റ്യാടിയിലോ, നാദാപുരത്തോ, തലശ്ശേരിയോ, കൂത്തുപറമ്പോ ഒന്നും അവശേഷിക്കില്ല. അവിടെ മാത്രമായിട്ട് ഒതുങ്ങില്ല. ഈ പറയുന്ന വടകരയോട് പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ആ പ്രതിഫലനത്തിൽ നിങ്ങൾ വല്ലാതെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒന്നിനെയും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഉള്ള യൂണിഫോമിന്റെ, തലയിൽ ധരിച്ചിരിക്കുന്ന തൊപ്പിയുടെ പിൻബലത്തിലാണ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതെങ്കിൽ, ആ മൂക്കിന്റെ പാലം പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ചോര വീണിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയിച്ചിരിക്കും സഖാക്കളെ. ഇത് നിങ്ങളുടെ ആന്തം കമ്മി അടിമകളല്ല, രാജാവിന്റെ മുന്നിൽ മുട്ടിലിടയുന്ന അടിമകളല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോളൂ.
രാജാവ് തീട്ടം കൊണ്ടുവന്നിട്ട് തിന്നടാ അടിമകളെ എന്ന് പറയുമ്പോൾ അത് നക്കിയിട്ട് ആഹാ രുചിയുള്ള ആഹാരം എന്ന് പറയാൻ അടിമകൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇത് അടിമകളല്ല, നട്ടലുള്ള പ്രവർത്തകരുണ്ട്, നട്ടലുള്ള നാട്ടുകാരുണ്ട് ഷാഫിയുടെ പിന്നില്. ഷാഫിയെ തൊട്ടതിന് കണക്ക് പറയിച്ചിരിക്കും, ലീഗലായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം പറയിച്ചിരിക്കും. അതല്ലാതെ അക്രമത്തിന്റെ പാതയിലേക്കില്ല. ഈ രാജ്യത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ബോംബ് ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പാർട്ടിക്ക് എന്തിനാണോ ബോംബ് എന്നിട്ട് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ബോംബ് ഉണ്ടാക്കിയിട്ട് ആ ബോംബ് പൊട്ടിയിട്ട് അബദ്ധത്തിൽ വീണ് പൊട്ടിയിട്ട് മരിക്കേണ്ട ഒരു ഗതികേട് ഇവിടെ സാധാരണക്കാരന് ഉണ്ടാവാൻ പാടില്ല. ആ ബോംബ് അബദ്ധത്തിലല്ലാതെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് TP ചന്ദ്രശേഖരനെതിരെ എറിഞ്ഞിട്ട് അയാളെ വെട്ടി വീഴ്ത്തിയതുപോലെ TPയെ വെട്ടി വീഴ്ത്തിയതുപോലെ ആവില്ല കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം. അതിന് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് യാതൊരുവിധ സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കില്ല എന്നുള്ള പ്രതിജ്ഞാബദ്ധമായ പോരാട്ടങ്ങൾ തന്നെയാണ് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ഷാഫിയുടെ ചോര വീണതിന് കണക്ക് പറയിച്ചിരിക്കും. അഭിലാഷ് ഡേവിഡ് പറയുന്ന സുനിൽ കുമാർ, ഹരിപ്രസാദ്, VK ബൈജു ഒക്കെ ഒരുങ്ങിയിരുന്നോളൂ, പണി വരുന്നുണ്ട് അവറാച്ച. ഒന്നിനെയും വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്.